ഇടുക്കി തൊടുപുഴയിൽ രാസലഹരിയുമായി ഡിവൈഎഫ്ഐ നേതാവ് ഉൾപ്പെടെ 4 പേർ പിടിയിൽ. ഡിവൈഎഫ്ഐ തെക്കുംഭാഗം മേഖലാ സെക്രട്ടറിയും ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ TS ഷിയാസ്, ആഷിഖ്, നിഹാൻ, അർഷിദ് എന്നിവരാണ് തൊടുപുഴ പോലീസിന്റെ പിടിയിലായത്. ഇവരിൽ നിന്നും 18.18 ഗ്രാം MDMA, 10 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവ പിടികൂടിയിട്ടുണ്ട്. ആൽവിൻ തോമസ് വിവരങ്ങളുമായി ചേർന്നു. ആൽവിൻ, സേതു, ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് തൊടുപുഴ പോലീസ് ഇവരെ 4 പേരെ അറസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ TS ഷിയാസ് എന്ന ഷിയാമണി എന്ന് വിളിപ്പേരുള്ള ആൾ ഡിവൈഎഫ്ഐയുടെ ഇപ്പോൾ നിലവിലെ തെക്കുംഭാഗം മേഖലാ സെക്രട്ടറിയും ബ്ലോക്ക് കമ്മിറ്റി അംഗവും മുൻ ജില്ലാ കമ്മിറ്റി അംഗവുമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇയാൾ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് LDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച ആൾ കൂടിയാണ് ഈ TS ഷിയാസ്. TS ഷിയാസിന് പുറമെ ആഷിഖ്, നിഹാൻ, ആർഷിദ് എന്നിവരെയാണ് തൊടുപുഴ പോലീസ് ഇപ്പോൾ പിടിച്ചിട്ടുള്ളത്. ഇവരുടെ പക്കൽ നിന്ന് 18.18 ഗ്രാം MDMAയും 10 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഈ 4 പേരെയും പോലീസ് വലയിലാക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവരെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതിലൊരാൾ നേരത്തെ കഞ്ചാവ് കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ്. അന്ന് കച്ചവടത്തിന് ഉള്ള അത്രത്തോളം കഞ്ചാവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു എന്നുള്ളതാണ് പോലീസ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ പിന്നീട് പോലീസ് ഇയാളെ വളരെ കൃത്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല ദിവസങ്ങളിലായി നിരീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടി ഇവർ 4 പേരെയും അറസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ TS ഷിയാസ് ആണ് ഡിവൈഎഫ്ഐയുടെ നേതാവായിട്ടുള്ളയാൾ. ഇയാളെ ഉൾപ്പെടെയാണ് ഇപ്പോൾ തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ നടപടികളുമായി പോലീസ് നീങ്ങുകയാണ്. TS ഷിയാസ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ തെക്കുംഭാഗം മേഖല സെക്രട്ടറിയാണ്. ഇപ്പോൾ ബ്ലോക്ക് കമ്മിറ്റി അംഗം കൂടിയാണ്. മുൻ ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് ഷിയാസ് എന്നുള്ളതാണ്. ഷിയാസ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച ആൾ കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇയാളെ ഉൾപ്പെടെയാണ് ഇപ്പോൾ പോലീസ് 4 പേരെ MDMAയും ഹൈബ്രിഡ് കഞ്ചാവും ഉൾപ്പെടെ കൈവശം വെച്ചതിന് അറസ്റ്റ് ചെയ്യപ്പെടുത്തിയിട്ടുള്ളത്. ശരി, ഓക്കെ.